ഇത്രയധികം നെഗറ്റീവ് ഷിറ്റ്സ് ഈ ലോകത്ത് നടക്കുമ്പോൾ നമ്മളുടെയൊക്കെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ അമ്മയുടെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുഖം കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു വികാരമാണ് സ്നേഹം. ഈ സ്നേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകം ഇന്ന് നിലനിൽന്നു പോകുന്നത്. അല്ലെങ്കിൽ എന്നെ അടിച്ച് പിരിഞ്ഞ് നശിപ്പിച്ച് പണ്ടാരണി പോകേണ്ട ഒരു കാര്യമെന്ന് പറയും ഈ ലോകം. സത്യമായിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് നമുക്ക് തർക്കിക്കാൻ പറ്റും, പക്ഷെ തർക്കത്തിന് ഞാനില്ല. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാണ്, ഈ ലോകം നിലനിൽക്കുന്ന സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത് ഏത് രീതിയിലാണെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഈ ലോകമില്ല എന്ന് കാണുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. വൺ ലവ് എന്ന് ഞാൻ എല്ലാത്തരം സ്നേഹത്തിനെയും, അതെ ഇപ്പം ഞാൻ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ എന്താ പറയുക ഹ്യൂമൻ ബീങ്സ് എന്ന് പറയാലോ, ഞാൻ നിങ്ങളുടെ സഹജീവിയാണ്. ആ സ്നേഹം എനിക്ക് നിങ്ങളോടുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയോടുള്ള സ്നേഹം വേറെയാണ്. എല്ലാത്തരം സ്നേഹത്തിനെയും ഒന്നായി കണ്ടുകൊണ്ടാണ് ഞാൻ വൺ ലവ് എന്ന് പറഞ്ഞത്. അത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികൾക്കും ബാധകമാണ്. അത് മനുഷ്യൻ തൊട്ട് മൃഗം തൊട്ട് എന്തെല്ലാം ജീവികളുണ്ട് അതെല്ലാം സ്നേഹത്തിൽ ആണ് നിൽക്കുന്നത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേച്ചറിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ഓരോ കിളികളും വളരെ സമാധാനമായിട്ട് പറന്നു പോകണ കാണാം. അവർക്കൊന്നും ഈ ഡിപ്രഷനോ ആങ്സൈറ്റി ഒന്നും ഇല്ല. അവർക്ക് അന്നന്ന് കഴിക്കുന്ന കാര്യങ്ങൾ, അന്ന് ജീവിക്കുന്ന കാര്യം, ഈ രീതിയിൽ നമുക്ക് ഈ ലോകത്തിന് വേറൊരു അപ്രോച്ച് നമുക്ക് ഈ നേച്ചറിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും പറയാം. നമുക്ക് ഓരോ രീതിയിലും കണക്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ്ലി ആവശ്യവും ഞാൻ പറയാൻ ശ്രമിക്കുന്ന ആശയം ഇത്രേ ഉള്ളൂ. തിരിച്ചു വരിക. നമ്മൾ എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടെങ്കിലും തിരിച്ച് നമ്മുടെ റൂട്ട്സിലേക്ക് വരിക, നമ്മുടെ വീട്ടിലേക്ക് വരിക. ആ വീട് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് സ്നേഹമാണ് എന്നുള്ളത് മാത്രമാണ്. താങ്ക് യു.